അനന്തമായി നീളുന്ന സൈനിക ഇടപെടലുകളും ആഗോള ആധിപത്യവും വെല്ലുവിളിക്കപ്പെടുന്ന ഒരു ചരിത്രസന്ധിയിലാണ് അമേരിക്കൻ സൈനിക വ്യൂഹം ഇന്ന് എത്തി നിൽക്കുന്നത്. ഇറാനെതിരെ US നടത്തുന്ന കടുത്ത സൈനിക നീക്കങ്ങളും അതിന് തിരിച്ചടിയായി ഇസ്ലാമിക് റിപ്പബ്ലിക് നടത്തുന്ന അതിശക്തമായ പ്രത്യാക്രമണങ്ങളും അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തിന്റെ അടിത്തറയിളക്കിയിരിക്കുന്നു. തങ്ങളുടെ കൈവശമുള്ള ആയുധശേഖരവും പ്രതിരോധ മിസൈലുകളും അപകടകരമായ രീതിയിൽ കുറഞ്ഞു വരികയാണെന്ന അപ്രിയ സത്യം ഒടുവിൽ US സൈന്യത്തിന് പരസ്യമായി സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഈ വിതരണ പ്രതിസന്ധി മുൻപൊന്നുമില്ലാത്ത വിധം രൂക്ഷമായതോടെ പെന്റഗൺ അടിയന്തര നടപടികളിലേക്ക് കടന്നു. രാജ്യത്തെ മുൻനിര പ്രതിരോധ നിർമ്മാണ കമ്പനികൾക്ക് 21 ദിവസത്തെ കടുത്ത അന്ത്യശാസനമാണ് പെന്റഗൺ നൽകിയത്. അതിവേഗം തീരുന്ന ആയുധശേഖരം പുനഃസ്ഥാപിക്കുന്നതിനും ഉൽപാദനം അടിയന്തരമായി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള സമഗ്രമായ രക്ഷാപദ്ധതി നൽകാനാണ് ഈ ഉന്നത കമ്പനികളോട് US സൈനിക നേതൃത്വം ആവശ്യപ്പെട്ടത്. ഈ ആയുധ അന്ത്യശാസനം വെറുമൊരു ഭരണപരമായ നടപടിയല്ല, മറിച്ച് അമേരിക്ക നേരിടുന്ന അതിരൂക്ഷമായ സൈനിക പ്രതിസന്ധിയുടെ വെളിപ്പെടുത്തലാണ്. യുദ്ധരംഗത്ത് ഉപയോഗിക്കുന്ന അത്യാധുനിക മിസൈലുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, കൃത്യതയാർന്ന ഗൈഡഡ് ആയുധങ്ങൾ എന്നിവയുടെ ശേഖരം വളരെ വേഗത്തിലാണ് തീരുന്നു എന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ കാര്യക്ഷമമായ ഉൽപാദന പദ്ധതി സമർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പോരാട്ടം തുടരുന്നത് അമേരിക്കയ്ക്ക് വൻ തിരിച്ചടിയാകും. അതേസമയം US നേരിടുന്ന ഈ ആഭ്യന്തര നിർമ്മാണ പ്രതിസന്ധിയും സമ്മർദ്ദവും മനസ്സിലാക്കി ഇറാൻ തങ്ങളുടെ നിലപാടുകൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. യാതൊരു കാരണവശാലും പിന്മാറില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് ടെഹ്റാനിലെ ഭരണകൂടം. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുൻപിൽ അടിയറവ് പറയുന്നതിന് പകരം കൂടുതൽ ശക്തമായ പ്രത്യാക്രമണങ്ങൾ അഴിച്ചുവിട്ട് US സഖ്യസേനയെ പ്രതിരോധത്തിലാക്കുകയാണ് ഇറാൻ സൈന്യം ചെയ്യുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഗ്ചി രാജ്യത്തിന്റെ നിബന്ധനകളിൽ കൂടുതൽ ഉറച്ചു നിന്നുകൊണ്ട് രംഗത്തെത്തിയത് അമേരിക്കൻ നയതന്ത്ര വൃത്തങ്ങളെ കൂടുതൽ വെട്ടിലാക്കിയിട്ടുണ്ട്. ട്രംപ് ഭരണകൂടം തങ്ങളുടെ കർശനമായ വ്യവസ്ഥകൾ അംഗീകരിക്കാതെ ഈ സംഘർഷത്തിന് ഒരു അവസാനമുണ്ടാകില്ലെന്ന് അദ്ദേഹം അധിക്ഷേപമില്ലാതെ വ്യക്തമാക്കി. അമേരിക്കയുടെ യുദ്ധ അഹങ്കാരത്തിന് തിരിച്ചടി നൽകാൻ ഇറാൻ സർവ്വസജ്ജമാണെന്നാണ് അറാഗ്ചിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യം വലിയൊരു രാഷ്ട്രീയ സൈനിക പരീക്ഷണമാണ്. ഒരു വശത്ത് ഇറാന്റെ കടുത്ത നയതന്ത്ര നിലപാടുകളും പ്രത്യാക്രമണങ്ങളും, മറുശേഖരത്തിൽ പെന്റഗണിന്റെ ആയുധക്ഷാമ മുന്നറിയിപ്പും ട്രംപിനെ വലിയൊരു പ്രതിസന്ധിയിലാക്കി. ഇറാനെ വേഗത്തിൽ കീഴടക്കാമെന്ന US കണക്ക് കൂട്ടലുകൾ പൂർണ്ണമായും തെറ്റിയെന്നാണ് പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഈ പതർച്ചയ്ക്ക് കാരണം ഇറാന്റെ കൃത്യതയാർന്ന റോക്കറ്റ് മിസൈൽ പ്രതിരോധ തന്ത്രങ്ങളാണ്. ഇറാന്റെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും തടയാൻ US സൈന്യം ഉപയോഗിക്കുന്ന അത്യാധുനിക പാട്രിയറ്റ് താഡ് മിസൈലുകളുടെ നിർമ്മാണത്തിന് മാസങ്ങളെടുക്കും. എന്നാൽ ഇവയുപയോഗിച്ച് ഇറാന്റെ വില കുറഞ്ഞ ഡ്രോണുകളെ പ്രതിരോധിക്കേണ്ടി വരുന്നത് US കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധശേഷിയാണ് വളരെ വേഗത്തിൽ ഇല്ലാതാക്കുന്നത്. ഈ ആയുധ വിടവ് പരിഹരിക്കാൻ പ്രതിരോധ കരാറുകാർക്ക് നൽകിയ 21 ദിവസത്തെ സമയം തികച്ചും അപ്രായോഗികമാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യവസായ ശൃംഖലകളിലെ തടസ്സങ്ങളും അപൂർവ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവും കാരണം ആയുധ ഉൽപാദനം പെട്ടെന്ന് ഇരട്ടിയാക്കുക എന്നത് അമേരിക്കൻ കമ്പനികൾക്ക് എളുപ്പമല്ല. ഇത് പെന്റഗണിന്റെ ഉത്കണ്ഠ വാനോളം ഉയർത്തുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ യുദ്ധതന്ത്രങ്ങൾ വളരെ മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് കളത്തിലിറക്കിയത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പ്രത്യാക്രമണങ്ങൾ നടത്താനുള്ള ശേഷിയും ആയുധശേഖരവും തങ്ങളുടെ പക്കലുണ്ടെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. വിദേശകാര്യമന്ത്രി അറാഗ്ചിയുടെ ശക്തമായ നയതന്ത്ര പ്രസ്താവനകൾ ഇതിന് തെളിവാണ്. അമേരിക്കൻ ഉൽപാദന ശേഷിയേക്കാൾ വേഗത്തിൽ ഇറാന്റെ പ്രതിരോധ പ്രതികരണങ്ങൾ US വ്യൂഹത്തെ തളർത്തുന്നുണ്ട്. ഇത്തരമൊരു വൻ പ്രതിസന്ധി അമേരിക്ക മുൻപ് അഭിമുഖീകരിച്ചിട്ടില്ല. ശീതയുദ്ധ കാലത്തിന് ശേഷം തങ്ങളുടെ ആയുധശേഖരം ഇത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്ക് താഴ്ന്നിട്ടില്ലെന്ന് മുതിർന്ന US ഉദ്യോഗസ്ഥർ തന്നെ അടക്കം പറയുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ ഇറാനെതിരെയും ആയുധങ്ങൾ ഒഴുക്കേണ്ടി വന്നതാണ് US പതർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി മറികടക്കാൻ ട്രംപ് ഭരണകൂടത്തിന് മുന്നിൽ വഴികൾ അടയുകയാണ്. തങ്ങളുടെ നിബന്ധനകൾ ട്രംപ് അംഗീകരിച്ചാൽ മാത്രമേ യുദ്ധത്തിന് ഒരു വിരാമമുണ്ടാകൂ എന്ന ഇറാൻ നിലപാട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പരമ്പരാഗത യുദ്ധനയങ്ങൾക്കുള്ള കനത്ത പ്രഹരമാണ്. മധ്യപൂർവേഷ്യയിൽ US സൈനിക സ്വാധീനം വൻ ചോദ്യചിഹ്നമായി മാറാൻ ഇത് കാരണമായി.
അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ കണക്ക് കൂട്ടലുകൾ അനുസരിച്ച് ആയുധ വിതരണ ശൃംഖല പൂർണ്ണമായും പഴയ പടിയിലാക്കാൻ വർഷങ്ങളെടുത്തേക്കാം. എന്നാൽ ഇറാന്റെ ആക്രമണങ്ങൾ തടയാൻ അമേരിക്കയ്ക്ക് അടിയന്തരമായി മിസൈലുകൾ ആവശ്യമാണ്. ഈ വൈരുദ്ധ്യമാണ് പെന്റഗണിനെ പ്രതിരോധ കമ്പനികൾക്ക് മേൽ അതിരൂക്ഷമായ സമ്മർദ്ദം ചെലുത്താൻ നിർബന്ധിതരാക്കിയത്. ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ മുൻപത്തെ ഉപരോധ നയങ്ങളെയും സൈനിക ഭീഷണികളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ ആഭ്യന്തര ആയുധശേഷിയും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് യുഎസിനെ സമ്മർദ്ദത്തിലാക്കി. യുഎസ് സൈന്യത്തിന്റെ അജയ്യത എന്ന സങ്കല്പം തന്നെ ഇവിടെ തകരുകയാണ്. സയ്യിദ് അബ്ബാസ് അരാഗ്ചിയുടെ ദൃഢമായ വാക്കുകൾ പശ്ചിമേഷ്യയിൽ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന് യുദ്ധത്തിൽ നിന്ന് മാന്യമായി പിന്മാറണമെങ്കിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന സമാധാന നിബന്ധനകൾ അതേപടി അംഗീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പെന്റഗൺ നേരിടുന്ന ആയുധക്ഷാമം അമേരിക്കയെ കൂടുതൽ വലിയ തകർച്ചയിലേക്ക് നയിക്കും. പ്രതിരോധ കരാറുകാർ നൽകുന്ന 21 ദിവസത്തെ മറുപടി യുഎസ് സൈന്യത്തിന്റെ ഭാവി തീരുമാനങ്ങളെ സ്വാധീനിക്കും. നിർമ്മാണം ത്വരിതപ്പെടുത്താൻ കമ്പനികൾക്ക് സാധിച്ചില്ലെങ്കിൽ യുഎസ് സൈന്യത്തിന് തങ്ങളുടെ ആക്രമണ രീതികൾ മാറ്റേണ്ടി വരികയോ അല്ലെങ്കിൽ സൈനിക പിന്മാറ്റത്തിന് തയ്യാറെടുക്കേണ്ടി വരികയോ ചെയ്യും. ഇത് യുഎസിന്റെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് കനത്ത മങ്ങലേൽപ്പിക്കും. യുദ്ധരംഗത്തെ ഇറാന്റെ സമാനതകളില്ലാത്ത പ്രത്യാക്രമണ മികവ് ലോകരാഷ്ട്രങ്ങളെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. യുഎസ് സാങ്കേതിക വിദ്യകളെക്കാൾ പ്രായോഗികവും ചെലവ് കുറഞ്ഞതുമായ ഡ്രോൺ മിസൈൽ പ്രതിരോധ ശൃംഖല ഉപയോഗിച്ച് അമേരിക്കയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ നിരയെ മറികടക്കാൻ ഇറാന് സാധിച്ചു. ഇത് അമേരിക്കൻ ആയുധങ്ങളുടെ വിപണി മൂല്യത്തെ പോലും പ്രതികൂലമായി ബാധിക്കാം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. സൈനികരെയും കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങളെയും പശ്ചിമേഷ്യയിൽ അപകടത്തിലാക്കുന്നു എന്ന വിമർശനം അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ശക്തമാകുന്നുണ്ട്. സ്വന്തം ആയുധശേഖരം കാലിയാക്കിക്കൊണ്ട് മറ്റൊരു രാജ്യത്തെ യുദ്ധം തുടരുന്നത് വിഡ്ഢിത്തമാണെന്ന അഭിപ്രായം വാഷിംഗ്ടണിൽ ഉയർന്നു കഴിഞ്ഞു. അതേസമയം അമേരിക്കൻ സൈന്യത്തിന്റെ ഈ തളർച്ച മുതലെടുക്കാൻ മറ്റ് ആഗോള ശക്തികളും നിരീക്ഷണം നടത്തുന്നുണ്ട്. യുഎസ് ആയുധപ്പുരകൾ ശൂന്യമാകുന്നത് ആഗോളതലത്തിൽ തങ്ങളുടെ ഇതര മേഖലകളിലെ സൈനിക ഇടപാടുകളെയും സാരമായി ബാധിക്കുമെന്ന് പെന്റഗൺ ഭയപ്പെടുന്നു. ഇതാണ് 21 ദിവസത്തിനുള്ളിൽ അടിയന്തര രക്ഷാ പദ്ധതി വേണമെന്ന് പെന്റഗൺ വാശി പിടിക്കുന്നതിന്റെ പ്രധാന കാരണം. ഇറാൻ നയതന്ത്ര വിഭാഗം വളരെ വ്യക്തമായ സന്ദേശമാണ് ട്രംപിന് നൽകുന്നത്. അമേരിക്കൻ ആയുധങ്ങളുടെ ബലത്തിൽ ഇറാനെ കീഴ്പ്പെടുത്താമെന്ന് കരുതേണ്ടതില്ലെന്നും യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇറാൻ നിർദ്ദേശിക്കുന്ന നിബന്ധനകൾ ട്രംപ് അംഗീകരിക്കണമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. അമേരിക്ക നേരിടുന്ന ആയുധക്ഷാമം ടെഹ്റാന്റെ നയതന്ത്രപരമായ മുൻതൂക്കം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇറാന്റെ ശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ അമേരിക്കൻ സൈനിക ശക്തിയുടെ ആയുധ അടിത്തറ തകർന്നിരിക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. പെന്റഗൺ നൽകിയ 21 ദിവസത്തെ ഗഡു ട്രംപ് ഭരണകൂടത്തിന്റെ ഭാവി നയങ്ങളെ തീരുമാനിക്കുന്നതിൽ നിർണായകമാകും. ഇറാൻ മുന്നോട്ട് വെച്ച കടുത്ത ഉപാധികൾ അംഗീകരിക്കാൻ അമേരിക്കൻ നിർബന്ധിതരാകുമോ അതോ ആയുധക്ഷാമം അവഗണിച്ച് കൂടുതൽ വലിയ ആപത്തിലേക്ക് യുഎസ് നീങ്ങുമോ എന്നത് വരും ആഴ്ചകളിൽ വ്യക്തമാകും.